നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരായ 4ാം ട്വന്റി മത്സരത്തിലെ നാണംകെട്ട പരാജയത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചില കളിക്കാരുടെ പ്രകടനത്തെയും മാനേജ്മെന്റ് സെലക്ഷൻ രീതികളെക്കുറിച്ചും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും വലിയ പരാജയങ്ങളായി മാറിയിരിക്കുന്ന വൺ-ഡൗൺ ഇറങ്ങുന്ന ഇഷാൻ കിഷാനും വൈസ് ക്യാപ്റ്റൻ തിലകവർമ്മയും ഒരിക്കൽ കൂടി ബാറ്റിംഗിൽ വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള 4ാം അംഗത്തിൽ രണ്ടുപേരും ഒന്നിനും കൊള്ളാത്ത നനഞ്ഞ പടക്കങ്ങളായി മാറുന്ന കാഴ്ചയാണ് ബ്രിസ്റ്റോളിൽ കാണാൻ കഴിഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പര ജീവനോടെ നിലനിർത്താൻ ജയം അനിവാര്യമായിരുന്ന ഒരു ഡു ഓർ ഡൈ മത്സരമായിരുന്നു ഇത്. ഇത്തരം ഒരു നിർണായക സാഹചര്യത്തിൽ സീനിയർ താരങ്ങളിൽ നിന്നും മുൻനിരക്കാരിൽ നിന്നും മികച്ച ഇന്നിംഗ്സുകളാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ടീമിനോ കളിക്കോ യാതൊരുവിധ ഗുണവുമുണ്ടാക്കാതെ തികച്ചും നിസ്സഹായാവസ്ഥയിലാണ് ഇഷാനും തിലകും ക്രീസുവിട്ടത്. വെറും 6 പന്തുകൾ നേരിട്ട് 4 റൺസ് മാത്രമാണ് ഇഷാൻ കിഷാൻ നേടാനായത്. മറുഭാഗത്ത് വലിയ പുരോഗമനം അവകാശപ്പെട്ട് ഇറങ്ങിയ തിലകവർമ്മയാട്ടെ 8 പന്തിൽ 11 റൺസെടുത്ത് പെട്ടെന്ന് തന്നെ മടങ്ങുകയും ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും മോശം ഫോമിലും വീണ്ടും വീണ്ടും അവസരങ്ങൾ വെച്ച് നീട്ടുന്ന ടീം മാനേജ്മെന്റ് മലയാളിക്കാരൻ സഞ്ജു സാംസണിന് മാത്രം എന്തുകൊണ്ട് ഇത്തരമൊരു പിന്തുണ നൽകാൻ തയ്യാറാവുന്നില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുടനീളം ആരാധകർ ചോദിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാരെ അളക്കാൻ 2 തരത്തിലുള്ള നിയമങ്ങളാണോ നിലവിലുള്ളത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന ചോദ്യം. സഞ്ജു സാംസണിന് ഒരു നിയമവും ഇഷാൻ കിഷാൻ തിലകവർമ്മ എന്നിവർക്ക് മറ്റൊരു നിയമവുമാണോ ഇവിടെ നടപ്പിലാക്കുന്നത്? ഇതിനെ സാധൂകരിക്കുന്ന കൃത്യമായ കണക്കുകളാണ് ആരാധകർ ഇപ്പോൾ പുറത്തുവരുന്നത്. കളിക്കാരുടെ അവസാന 6 ട്വന്റി ഇന്നിംഗ്സുകളുടെ പ്രകടനം പരിശോധിച്ചാൽ ഈ വിവേചനം വ്യക്തമാക്കും. ഇഷാൻ കിഷാന്റെ അവസാന 6 ഇന്നിംഗ്സുകൾ: 6 പന്തിൽ 7 റണ്ണ്, 10 പന്തിൽ 13 റണ്ണ്, 40 പന്തിൽ 49 റണ്ണ്, 3 പന്തിൽ 0, 11 പന്തിൽ 12, 2 പന്തിൽ 1. അഭിഷേക് ശർമ്മയുടെ അവസാന 6 ഇന്നിംഗ്സുകൾ: 14 പന്തിൽ 15, 7 പന്തിൽ 10 റണ്ണ്, 22 പന്തിൽ 43, 32 പന്തിൽ 59, 28 പന്തിൽ 49. തിലകവർമ്മയുടെ അവസാന 6 ഇന്നിംഗ്സുകൾ: 11 പന്തിൽ 3, 11 പന്തിൽ 24, 13 പന്തിൽ 13, 46 പന്തിൽ 55, 21 പന്തിൽ 19, 19 പന്തിൽ 22. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇഷാനും തിലകും എത്രത്തോളം അസ്ഥിരമായാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ വെറും 3 ട്വന്റി ഇന്നിംഗ്സുകൾ പ്രതീക്ഷിച്ചത്ര തെളിഞ്ഞിരുന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും ചേർന്ന് ഇന്ത്യക്ക് ട്വന്റി ലോകകപ്പ് നേടിത്തരുന്നതിൽ പ്രധാന പങ്കുവച്ച സഞ്ജു സാംസണിനെ പ്ലേയിങ് 11-ൽ നിന്നും പുറത്താക്കിയത്. തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും ഇഷാൻ കിഷാനും തിലകവർമ്മയും പോലുള്ള കളിക്കാരെ കോച്ച് ഗൗതം ഗംഭീർ കണ്ണടച്ച് പിന്തുണയ്ക്കുന്നത് എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ആരാധകർ ചോദിക്കുന്നു. ഇഷാൻ കിഷാൻ ഒരിക്കൽ കൂടി വിദേശത്തെ പേസിനെയും സ്വിംഗിനെയും തുണയ്ക്കുന്ന സാഹചര്യങ്ങളിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഫ്ലാറ്റ് പിച്ചുകളിൽ റൺമഴ പെയ്യിച്ച് വലിയ സ്കോറുകൾ നേടുന്ന ഇഷാന് ഇംഗ്ലണ്ടിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഓരോ റൺസിനായും കടുത്ത പോരാട്ടം നടത്തേണ്ടി വരുന്നു. ഇംഗ്ലണ്ടിൽ നടന്ന 4 കളികളിലായി ഇഷാൻ കിഷാന്റെ ആകെ സമ്പാദ്യം വെറും 66 റൺസ് മാത്രമാണ്. 0, 48, 13, 4 എന്നിങ്ങനെയാണ് മത്സരത്തിന്റെ സ്കോറുകൾ. ഒരു മത്സരത്തിൽ പോലും ടീമിന് മികച്ചൊരു തുടക്കം നൽകാൻ ഇഷാന് കഴിഞ്ഞിട്ടില്ല. സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ വേഗതയേറിയ പിച്ചുകളിൽ തിളങ്ങാനുള്ള സാങ്കേതിക തികവോ ഇഷാൻ കിഷാൻ ഒരിക്കലും ഇല്ലെന്ന് മുമ്പും തെളിഞ്ഞിട്ടുള്ളതാണ്. അവസാനമായി ദക്ഷിണാഫ്രിക്കയിൽ പര്യടനം നടത്തവേ മോശം ഫോമിന്റെ പേരിൽ ടീമിൽ നിന്നും ഇഷാൻ പുറത്താക്കപ്പെട്ടിരുന്നു. അന്ന് പകരം രാഹുലിനെയാണ് വിക്കറ്റ് കീപ്പറായി ടീമിലെടുത്തത്. ഇതിനെ തുടർന്നുണ്ടായ ദേഷ്യവും നിരാശയും കാരണം പര്യടനത്തിനിടെ വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ടീം വിട്ടുപോയ ആളാണ് ഇഷാൻ കിഷാൻ. അന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരുന്നു. അച്ചടക്കമില്ലായ്മ കാണിച്ച അങ്ങനെ ഒരു കളിക്കാരനെയാണ് ഫോമില്ലാതിരുന്നിട്ടും സഞ്ജുവിനെ പോലുള്ള ഒരു അച്ചടക്കമുള്ള താരത്തെ ബെഞ്ചിലിരുത്തി വീണ്ടും വീണ്ടും കളിപ്പിക്കുന്നത്. ട്വന്റി ക്രിക്കറ്റിൽ തിലകവർമ്മയുടെ പ്രകടനവും വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പോലും നിലവിൽ യോഗ്യതയില്ലാത്ത ഒരു താരത്തെയാണ് മാനേജ്മെന്റ് വലിയ പദവി നൽകി ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ആരാധകരുടെ പക്ഷം. ഏകദിന മത്സരങ്ങളിൽ ടെസ്റ്റ് ശൈലിയിലും ട്വന്റി മത്സരങ്ങളിലും ഏകദിന ശൈലിയിലും ബാറ്റ് ചെയ്യുന്ന രീതിയാണ് തിലകിന്റേത്. റൺ റേറ്റ് ഉയർത്തേണ്ട സമയത്ത് പന്തുകൾ അനാവശ്യമായി കളഞ്ഞു കുളിക്കുന്നത് ടീമിന് വലിയ ബാധ്യതയാകുന്നു. തിലകവർമ്മ എത്രയും വേഗം ടീമിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ ഈ യുവനിരയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള രക്ഷയുണ്ടാകൂ എന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നു. തിലകവർമ്മയുടെ അവസാന 6 ഇന്നിംഗ്സുകളിലെ കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ 6 മത്സരങ്ങളിൽ നിന്നും വെറും 25 ശരാശരിയിൽ 113.63 എന്ന വളരെ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ തിലക് നേടിയത് ആകെ 125 റൺസ് മാത്രമാണ്. 11, 3, 24, 13, 55, 19 എന്നിങ്ങനെയാണ് തിലകിന്റെ സ്കോറുകൾ. ആധുനിക ട്വന്റി ക്രിക്കറ്റിൽ ഇത്രയും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഒരാൾ ഇന്ത്യൻ ടീമിന്റെ മധ്യനിരയിൽ തുടരണോ എന്ന ചോദ്യം തികച്ചും ന്യായമാണ്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റതിനു ശേഷം കൊണ്ടുവന്ന പരീക്ഷണങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പാളുകയാണ്. ടീമിലെ ചില കളിക്കാരോട് അദ്ദേഹം കാണിക്കുന്ന അമിതമായ താൽപര്യമാണ് യോഗ്യതയുള്ള പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ലോകകപ്പ് ജേതാക്കളായ ഒരു ടീമിനെ പരിവർത്തനത്തിന്റെ പേരിൽ ഇത്രത്തോളം ദുർബലമാക്കാൻ പാടില്ലായിരുന്നു.
മറുവശത്ത് സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ കരിയറിലുടനീളം നേരിടേണ്ടി വന്നിട്ടുള്ള ഇതേ അവഗണനയാണ്. 1-2 മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോഴേക്കും അവനെ ടീമിൽ നിന്ന് മാറ്റാൻ സെലക്ടർമാർക്ക് 100 കാരണങ്ങളാണ്. എന്നാൽ ഇഷാൻ കിഷാനും തിലകും എത്ര മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടാലും അവർക്ക് പരിക്കാണെന്നോ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാത്തതാണെന്നോ ഉള്ള ന്യായീകരണങ്ങളുമായി മാനേജ്മെന്റ് രംഗത്തെത്തും. ഈ ഇരട്ടത്താപ്പാണ് ആരാധകരെ കട്ടക്കയപ്പിലാക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ 4-ാം മത്സരത്തിലെ തകർച്ചയോടെ ഇന്ത്യൻ യുവനിരയുടെ പോരായ്മകൾ മുഴുവനായി പുറത്തുവന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന മത്സരങ്ങളിലെങ്കിലും ടീം മാനേജ്മെന്റ് തങ്ങളുടെ തെറ്റായ സെലക്ഷൻ രീതികൾ മാറ്റാൻ തയ്യാറാകണം. ഫോമില്ലാതെ ഉരുളുന്ന ഇഷാൻ കിഷാനും തിലകവർമ്മയും പോലുള്ള കളിക്കാരെ മാറ്റി നിർത്തി മികച്ച ഫോമിലുള്ള സഞ്ജു സാംസനെ പോലുള്ള മാച്ച് വിന്നർമാർക്ക് കൃത്യമായ അവസരങ്ങൾ നൽകേണ്ടതുണ്ട്. സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകാതെ ടീമിന്റെ വിജയത്തിനു വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ ഗൗതം ഗംഭീറും ശ്രേയസ് അയ്യറും തയ്യാറായില്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വലിയ പ്രതിസന്ധിയിലാകും എന്നതിൽ തർക്കമില്ല. മോശം ഫോമിലും തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കുന്ന ഇഷാൻ കിഷാൻ, തിലകവർമ്മ എന്നിവരുടെ പ്രകടനങ്ങളെക്കുറിച്ചും സഞ്ജു സാംസണോട് മാനേജ്മെന്റ് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിഷയങ്ങൾക്കായി സ്പോർട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.